വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ. അപ്പൊ ചോറിന് ഇത് മാത്രം മതി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അടിപൊളിയാണ് ഇതും കൂട്ടി കഴിക്കാനായിട്ട് കേട്ടാ. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂട് മാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അതേ ചട്ടിയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കാബേജ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കാബേജ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.